CPM-ൽ വീണ്ടും വെട്ടിനിരത്തൽ. പാർട്ടിയിലെ കരുത്തനായ നേതാവിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചു. പാർട്ടി സമ്മേളനങ്ങൾ നടക്കാനിരിക്കെയാണ് പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഇത്തരമൊരു നീക്കമുണ്ടാകുന്നത്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ നടന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് നടപടിയെടുത്തത്. പാലക്കാട് ജില്ലയിലെ പാർട്ടിയിലെ സമവാക്യങ്ങൾ മാറിയതിന്റെ പ്രതിഫലനമാണ് നടപടിക്ക് കാരണമെന്നാണ് വിലയിരുത്തൽ. KTDC ചെയർമാനും മുൻ MLA-യുമായ PK ശശിക്കെതിരെയാണ് CPM-ന്റെ അച്ചടക്ക നടപടി. ശക്തനായ നേതാവായി വിരാജിച്ചിരുന്ന ജില്ലാ കമ്മിറ്റി അംഗം PK ശശിയെ പാർട്ടിയുടെ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്നെല്ലാം നീക്കി. തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനത്ത് നിന്ന് നീക്കിയതോടെ ശശി പാർട്ടിയുടെ പ്രാഥമിക അംഗം മാത്രമായി. പാർട്ടി തല അന്വേഷണത്തിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് കടുത്ത നടപടി സ്വീകരിച്ചത്. പാർട്ടിയുടെ സാധാരണ അംഗമായി ചുരുങ്ങിയതോടെ KTDC ചെയർമാൻ സ്ഥാനത്ത് നിന്നും ശശിയെ നീക്കുമെന്ന് സൂചനയുണ്ട്. PK ശശിയുടെ തട്ടകമായ മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റിയുടെ പ്രവർത്തനം മരവിപ്പിക്കാനും ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചു. ജില്ലാ കമ്മിറ്റി അംഗമായ TM ശശിക്കാണ് മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റിയുടെ ചുമതല നൽകിയിരിക്കുന്നത്. പാലക്കാട് ജില്ലാ നേതൃത്വത്തിൽ സർവശക്തനായി വാണിരുന്ന PK ശശിക്കെതിരെ നടപടിയുണ്ടാകുന്നത് ഇത് രണ്ടാം തവണയാണ്. DYFI വനിതാ നേതാവിന്റെ പീഡന പരാതിയെ തുടർന്നായിരുന്നു ആദ്യത്തെ നടപടി. കേന്ദ്ര കമ്മിറ്റി അംഗമായ PK ശ്രീമതിയായിരുന്നു പരാതി അന്വേഷിച്ചത്. അന്വേഷണത്തിൽ പ്രതി ശശിയാണെന്ന് കണ്ടെത്തിയതോടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ PK ശശിയെ അന്ന് ജില്ലാ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തുകയായിരുന്നു. ഷൊർണൂർ MLA ആയിരിക്കെയായിരുന്നു ഈ നടപടി. ഷൊർണൂരിൽ ഒരു തവണ മാത്രം MLA ആയിരുന്ന PK ശശിക്ക് 2021-ൽ പിന്നീട് സീറ്റ് നൽകിയില്ല. ഇതും നടപടിയായി വ്യാഖ്യാനിക്കപ്പെട്ടെങ്കിലും ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ കീഴിൽ KTDC ചെയർമാനായി നിയമനം കിട്ടി. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനമാണ് KTDC. പീഡന പരാതിയിൽ നടപടി നേരിട്ടിട്ടും PK ശശിക്ക് വീണ്ടും ഉന്നത സ്ഥാനം ലഭിച്ചത് പാർട്ടി പ്രവർത്തകരെയും അനുഭാവികളെയും ഞെട്ടിച്ചിരുന്നു. സംസ്ഥാന സെന്ററിൽ പ്രവർത്തിക്കുന്ന AK ബാലന്റെ നിർലോഭമായ പിന്തുണയാണ് PK ശശി പാലക്കാട്ടെ പാർട്ടിയിൽ ഭരണം നടത്തിയിരുന്നത്. എന്നാൽ പാലക്കാട്ടെ പാർട്ടിയിൽ ശാക്തിക ബലാബലത്തിന്റെ മാറ്റം വന്നു. അതിന്റെ ഫലമാണ് ഇപ്പോൾ പാർട്ടി സമ്മേളനം ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ശശിക്കെതിരെ കടുത്ത നടപടിയെടുക്കുന്നത്. പാലക്കാട്ടെ പാർട്ടിയുടെ നിയന്ത്രണം ഇപ്പോൾ MP രാജേഷിന്റെ കൈകളിലാണ്. DYFI വനിതാ നേതാവിന്റെ പരാതിയിൽ ശശിക്കെതിരെ ശക്തമായ നിലപാട് എടുത്തത് രാജേഷായിരുന്നു. രാജേഷിന്റെ വളർച്ച തടയാൻ ശശിക്കൊപ്പം ചേർന്ന AK ബാലനും ഇടപെട്ടതോടെ രാജേഷും യുവജന നേതൃത്വവും എതിർ നിലപാട് സ്വീകരിക്കുകയായിരുന്നു. ഇതോടെയാണ് പാലക്കാട്ടെ പാർട്ടിയിൽ AK ബാലന്റെ പിടിയഴിഞ്ഞത്. ബാലൻ ക്ഷീണിച്ചതോടെ ജില്ലയിൽ വലം കൈയായിരുന്ന ശശിയും ദുർബലനായി. 5 കൊല്ലം മുൻപുള്ള പരാതിയിലടക്കം ഇപ്പോൾ നടപടി വന്നതിന്റെ കാരണവും ഈ മാറ്റങ്ങൾ തന്നെയാണ്. PK ശശി ചെയർമാൻ പദവി വഹിക്കുന്ന മണ്ണാർക്കാട് യൂണിവേഴ്സൽ കോപ്പറേറ്റീവ് കോളേജിന്റെ ഓഹരി ഇടപാടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഇപ്പോഴത്തെ നടപടിയുടെ പ്രധാന കാരണം. പ്രദേശത്തെ എല്ലാ സഹകരണ ബാങ്കുകളെ കൊണ്ടും കോളേജിന്റെ ഓഹരി വാങ്ങിപ്പിച്ചിരുന്നു. ചെറിയ സഹകരണ സ്ഥാപനങ്ങളെ കൊണ്ടുപോലും 25 ലക്ഷം രൂപയുടെ ഓഹരി എടുപ്പിച്ചു. CPM നിയന്ത്രണത്തിലുള്ള വിവിധ സഹകരണ ബാങ്കുകളിൽ നിന്ന് 5.49 കോടി രൂപയാണ് ഓഹരിയായി സമാഹരിച്ചത്. പാർട്ടി അറിയാതെയാണ് ധനസമാഹരണമെന്നായിരുന്നു ആരോപണം. സാമ്പത്തിക ക്രമക്കേടുകളുണ്ടെന്ന അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിലുമുണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച് പരാതി വന്നതോടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ പുത്തലത്ത് ദിനേശൻ, ആനാവൂർ നാഗപ്പൻ എന്നിവരടങ്ങുന്ന കമ്മീഷനെ അന്വേഷണത്തിനായി നിയോഗിക്കുകയായിരുന്നു. മണ്ണാർക്കാട് ഏരിയയ്ക്ക് പുറത്തുള്ള സഹകരണ സ്ഥാപനങ്ങളെ കൊണ്ടും കോളേജിൽ ഓഹരി എടുപ്പിച്ചിരുന്നതായി അന്വേഷണത്തിൽ കണ്ടെത്തി. ഓഹരി സമാഹരണത്തിന് പിന്നിൽ ശശിയുടെ ഇടപെടലാണെന്നും കമ്മീഷൻ കണ്ടെത്തി. അതേസമയം പത്തനംതിട്ട CPM-ലും നേതാക്കൾക്കെതിരെ ഇന്ന് നടപടിയെടുത്തിട്ടുണ്ട്. തിരുവല്ലയിൽ ഏരിയ കമ്മിറ്റി അംഗത്തിനെതിരെയും ലോക്കൽ സെക്രട്ടറിക്കുമെതിരെയാണ് പാർട്ടി നടപടിയെടുത്തത്. ഇരുവരെയും തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്നും നീക്കും. ദേവസ്വം ബോർഡ് നിയമനക്കോഴ ആരോപണത്തിലാണ് ഏരിയ കമ്മിറ്റി അംഗം പ്രകാശ് ബാബുവിനെതിരെ നടപടിയെടുത്തത്. തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ സെക്രട്ടറി കൊച്ചുമോനെയും സ്ഥാനത്ത് നിന്ന് നീക്കി. പീഡനക്കേസിൽ ആരോപണ വിധേയനായ CC സജിമോനെ പാർട്ടിയിൽ തെരഞ്ഞെടുത്തതിനെതിരെ സംസ്ഥാന നേതൃത്വത്തിനെ സമീപിച്ച ആളാണ് കൊച്ചുമോൻ. ഒരാഴ്ച മുൻപാണ് തിരുവല്ലയിൽ ഏരിയ സെക്രട്ടറി V ആന്റണിയെ സ്ഥാനത്ത് നിന്ന് നീക്കിയത്. മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി കേന്ദ്രീകരിച്ച് വിഭാഗീയ പ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്ന പരാതിയും കമ്മീഷന്റെ മുന്നിൽ വന്നിരുന്നു. അതിലും PK ശശി തന്നെയായിരുന്നു പ്രതിസ്ഥാനത്ത്. ഇതാണ് കടുത്ത നടപടിക്ക് കാരണമായത്. പാലക്കാട് നടന്ന ജില്ലാ സമ്മേളനത്തിന്റെ പണപ്പിരിവിന്റെ കണക്ക് നൽകിയില്ലെന്ന പരാതിയും ശശിക്കെതിരെ ഇപ്പോഴുണ്ട്. ഇപ്പോൾ സാധാരണ പാർട്ടി അംഗമായി ചുരുങ്ങിയെങ്കിലും സെപ്റ്റംബറിൽ ആരംഭിക്കുന്ന സമ്മേളനങ്ങളിലൂടെ പാർട്ടിയുടെ ഉന്നത ശ്രേണിയിലേക്ക് തിരിച്ചുവരാൻ ശശിക്ക് കഴിയും. എന്നാൽ അതിനും നേതൃത്വത്തിന്റെ പച്ചക്കൊടി തന്നെ വേണം. അതുണ്ടാകുമോ എന്നതാണ് ഇനി കണ്ടറിയാനുള്ളത്.